അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസികൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ്. കാരണം ഓരോ ദിവസവും വിളിക്കുകയാണ് ആളുകൾ. സൗദി അറേബ്യയിൽ നിന്ന് 2-3 ദിവസമായിരുന്നു വിളിക്കുന്നത്. മദ്യം കഴിച്ച് പിടിക്കപ്പെട്ട് ജയിലിലടച്ച ആളുകൾ. 3 മാസം, 4 മാസം, 6 മാസം ജയിലിലടച്ചു. അവരെ ഇറക്കി വിട്ടു. അവരെന്ത് ചെയ്ത് നാട്ടിലേക്ക് റീഎൻട്രി അടിച്ചു പോയി. നാട്ടിൽ റീഎൻട്രി കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. വന്നതിന് ശേഷം ലൈസൻസ് സംബന്ധമായ കാര്യത്തിന് ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോൾ അവിടെ നിന്ന് അവരെ പിടിച്ചു വീണ്ടും ജയിലിലടച്ചു. എനിക്ക് പറയാനുള്ളത് മദ്യം, മയക്കുമരുന്ന്, ഈ മറ്റുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് നാട്ടിലേക്ക് ഇവിടെ നിന്ന് പിടിക്കപ്പെട്ട് ജയിലിലടച്ചു വീണ്ടും ഇറക്കി വിടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കേസൊക്കെ കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വേറെ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളെ വീണ്ടും കോടതി നിങ്ങളെ തുടർ നടപടികൾക്ക് വേണ്ടി നിങ്ങളെ വിളിക്കും. നിങ്ങൾക്കുള്ള ചാട്ടയടിയും ജയിൽ ശിക്ഷയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മറ്റും മയക്കുമരുന്നിനൊക്കെ പിടിച്ച് ജയിലടച്ച് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, റീഎൻട്രി അടിച്ച് നാട്ടിലേക്ക് പോകാൻ. നിങ്ങളുടെ പേരിൽ കേസൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. കേസ് ഉണ്ടാവില്ല. തുടർ നടപടികളായിട്ട് വീണ്ടും വിളിക്കലാണ്. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോവുക, വരാതിരിക്കുക. നിങ്ങൾക്ക് പിന്നെ ആജീവാന്ത വിലക്കാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാവും. നിങ്ങൾക്ക് ജയിലിൽ വീണ്ടും കിടക്കേണ്ടി വരും. പിന്നെ ചാട്ടയടി ഉണ്ടാവും. എത്ര ചാട്ടയടി എന്ന് പറഞ്ഞിട്ട് 80, 70, 100 ഒക്കെ ചാട്ടയടി ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിലേക്ക് അയച്ചുള്ളൂ. ആജീവാന്ത വിലക്ക് മറക്കണ്ട. മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെട്ട് ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളൊരു കുടുംബം കാത്ത് നാട്ടിലുണ്ട് എന്നുള്ളൊരു ബോധത്തോട്ട് വരിക. നാട്ടിലൊരു കുടുംബനെ കാത്തിരിക്കുന്നുള്ള ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മയക്കുമരുന്ന് ഉൾപ്പെടില്ല. ഓക്കെ, എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.